രമേശ് നാരായണൻ എന്ന ഒരു അതുല്യ പ്രതിഭ, അദ്ദേഹമാണ് ഇന്നലെ ആദ്യമായി അപമാനിക്കപ്പെട്ടത്. അദ്ദേഹം അപമാനിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ആ സമയത്ത് ഉണ്ടായ ഒരു വികാരം, ഒരു അസ്വസ്ഥത, അതിനിടയായി പോയത് നമ്മുടെ സ്വന്തം ആസിഫ് അലിക്കായിരുന്നു. അപ്പൊ എന്നാൽ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ കൂടുതലായിട്ട് അറിയണം. നമ്മൾ ഒരുപാട് ക്യാമറകൾക്കുള്ളിൽ ഒരു ഇവന്റ് നടക്കുമ്പോൾ അത് നടന്നൊരു സംഭവം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ എം ടി വാസുദേവൻ നായരുടെ പിറന്നാളിന്റെ ഭാഗമായിട്ട് ഒരു ഇവന്റ് നടക്കുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ ചെറുകഥകൾ ആസ്പദമാക്കി ഒരു സിനിമ വരുന്നുണ്ട്. ഒരുപാട് ഡയറക്ടർമാർ ചെയ്തിട്ടുള്ള ഒരു 9ഓളം സിനിമകൾ ഉണ്ടെന്നാണ് ഇന്ന് ആസിഫ് അലി അഭിമുഖത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിംഗിൽ. ഇതിൽ ഈ സിനിമയിലെ എല്ലാ പ്രവർത്തകർക്കും, അണിയറ പ്രവർത്തകർക്കും അവാർഡ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്ത് അതിലൊരാളെ മാത്രം വിട്ടുപോയി. ആ ആളെ പേര് രമേശ് നാരായണൻ എന്നാണ്. അതിൽ തന്നെ അദ്ദേഹം ആദ്യമേ അപമാനിക്കപ്പെട്ടു. കാരണം എല്ലാവർക്കും അവാർഡ് കൊടുക്കുമ്പോൾ തനിക്ക് മാത്രം അവാർഡ് കിട്ടാഞ്ഞാലേ നമുക്കാണെങ്കിൽ ഒരു വിഷമം തോന്നും. ഈ ഒരു പ്രശ്നം അദ്ദേഹം അവിടെ അവതരിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് അമ്മളി പറ്റിയ കാര്യം അവർ മനസ്സിലാക്കിയിട്ട് അവർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ അവാർഡ് കൊടുക്കുന്നു. അതായത് സ്റ്റേജിലേക്ക് ഒന്നും വിളിക്കാതെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഈ അവാർഡ് കൊടുക്കുകയാണ്. ആസിഫ് അലിക്കാണ് ഈ അവാർഡ് കൊടുക്കാൻ പറഞ്ഞത്. ഒന്നാമത് അദ്ദേഹത്തിന്റെ പേര് തന്നെ വിളിച്ചത് തെറ്റാണ്. രമേശ് നാരായണൻ എന്ന ഒരാൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്, നമുക്കറിയാം. അവിടെയുള്ള ആൾക്കാർക്കെങ്കിലും അറിയാലോ, ചില ആൾക്കാർക്ക് അറിയാത്ത ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് നാരായണൻ എന്താണ് വിളിച്ചത്. അപ്പം നമ്മളെ പേര് നമുക്കൊരു അവാർഡിന് വരുമ്പോൾ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളെ പേരിനെ മാറ്റി വിളിക്കുമ്പോൾ അതന്നെ രണ്ടാമത്തെ ഒരു അപമാനിക്കലായി. അപ്പൊ ഒന്നാമത് അദ്ദേഹത്തിന് ആ സങ്കടമായിട്ടുണ്ടാവും, അദ്ദേഹത്തിന് വിഷമായിട്ടുണ്ടാവും, അതായത് വികാരത്തിനായിട്ടുണ്ടാവും. ആസിഫ് അലിക്കിന്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് സംതൃപ്തനായിട്ടൊന്നുമല്ല. അദ്ദേഹം ജയരാജിന്റെ സിനിമയിലാണ് ഇത് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ജയരാജിനെ വിളിച്ചിട്ട് ആ അവാർഡ് സ്വീകരിക്കുക ചെയ്തു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആ വീഡിയോയില് നമ്മൾ ആസിഫ് അലിക്ക് ചിരിച്ച് അവിടെ പോയിരിക്കുന്നതും അത് വലിയൊരു വിവാദമായി മാറുകയും നമുക്ക് ഈ വീഡിയോ കണ്ട എനിക്കും നല്ല വിഷമമായിട്ടുണ്ട് പറയാൻ. കാരണം ആസിഫ് അലി പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഇത് പ്രസ് മീറ്റിംഗ് വിളിച്ചപ്പോൾ തന്നെ നമ്മളെ രമേശ് നാരായണൻ സാറ് തെറ്റ് അപ്പൊ തന്നെ ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണേ. അല്ല നമ്മളെ സത്യഭാമനെ പോലെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കല്ലേ ചെയ്തു. ആസിഫ് അലിയെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ആസിഫ് അലി നല്ല എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഞാൻ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല, ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് അദ്ദേഹം ഒരുപാട് ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് വലിയൊരു വിഷയം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് മതമായിട്ട് കലർത്തി കഴിഞ്ഞ് വർഗീയതായിട്ട് വന്ന് വലിയൊരു പ്രശ്നമാക്കിയിട്ട് വലിയ സംഭവമാക്കി എടുത്ത്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ മാപ്പ് പറഞ്ഞ് തെറ്റ് സംഭവിച്ചു. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇന്ന് ആസിഫ് അലിക്ക് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഹ്യൂമൻ ബീങ് അല്ലേ, എല്ലാവർക്കും ഈ തെറ്റ് പറ്റാം. അപ്പോ ഈ ആസിഫ് അലി എന്ന അദ്ദേഹം ചിന്തിച്ച, അദ്ദേഹത്തോട് ഇഷ്ടമാണെങ്കിലും അദ്ദേഹം ചിന്തിച്ച അതേപോലെ നമുക്കും ചിന്തിച്ചാൽ മതി. അപ്പൊ ഒരാൾ ഇങ്ങനെ ഒരാൾ മാപ്പ് പറഞ്ഞ് തെറ്റ് സംഭവിച്ചാൽ വീണ്ടും വീണ്ടും നമ്മളെ ക്രൂശിക്കരുത്. അത് എത്രത്തോളം മൂപ്പരെ ഒരു സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അതിൽ എത്രത്തോളം സങ്കടം ഉണ്ടാവും. അപ്പോ ഞാൻ രമേശ് നാരായണന്റെ ഒപ്പരും ആസിഫ് അലിയുടെ ഒപ്പരമാണ്. രമേശ് നാരായണൻ എന്ന അദ്ദേഹം ചെയ്തത് ഞാൻ തീരെ യോജിക്കുന്നില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹത്തെ ഒരു കടന്നൽക്കൂട്ട് ആക്രമിക്കുന്ന പോലെ മാധ്യമങ്ങളും മീഡിയാസും ആക്രമിച്ചപ്പോ എനിക്ക് അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടി നിൽക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മൾ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും നമ്മൾ ഒരാളൊരു തെറ്റ് സമ്മതിച്ചാലെങ്കിലും നമ്മൾ ആ ഒരു വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അദ്ദേഹത്തെ ആക്രമിക്കരുത്. പിന്നെ അതിന്റെ പിറകിലേക്ക് പോയാൽ അദ്ദേഹം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലെ സംഘാടക പിഴവാണ് ഇതിന് ഏറ്റവും മെയിൻ കാരണം. അപ്പൊ അവരെ വേണമെങ്കിൽ നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാമെന്നല്ലാതെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. ഇന്ന് ആസിഫ് അലിക്കാന്റെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, വളരെ നല്ല പ്രസ് മീറ്റിംഗ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം. രമേശ് നാരായണനും ആസിഫ് അലിയും ഇങ്ങനെ രണ്ട് പേര് വന്നത് കൊണ്ടാണോ ഇത് പെട്ടെന്ന് വർഗീകരിക്കപ്പെട്ടത്? സോഷ്യൽ മീഡിയയിൽ മൊത്തം മതവും വർഗീയവും ഒക്കെ പറഞ്ഞ് വളരെ വൃത്തിഹീനമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ. എന്ത് കാര്യമില്ല അത് ഒരു വർഗീയതയിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു ഫാഷനായി മാറിക്കാണ്. അപ്പൊ ഇത് ഒരു നല്ലൊരു സംഭവം, ഒരു സമ്പ്രദായം അല്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാല്, ഇന്നലെ സ്മൃതി പരുത്തിക്കാടിന്റെ നേരത്തെ പറഞ്ഞല്ലോ, ഇതില് 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു രമേശ് നാരായണൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചില സമയത്ത് അസ്വസ്ഥനാവുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് സ്മൃതിയോട് ചോദിക്കുന്നത് കണ്ട്. അപ്പൊ സ്മൃതി പറയുന്നുണ്ട്, നമുക്ക് 1 മണിക്കൂർ പരിപാടി ഉണ്ടേ,
അതിലും ആസിഫ് അലിയെ കുറിച്ച് നല്ല വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലും വീണ്ടും വീണ്ടും അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട്. അതിൽ സ്മൃതി പരുത്തിക്കാട് അവസാനം പറഞ്ഞ ഒരു വാക്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം ഞാൻ പറയാം. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നത്. ഈ ലോകം അത്ര നല്ല ലോകമല്ല, നമുക്ക് ചുറ്റും നല്ല ക്യാമറ കണ്ണുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊന്ന് നോക്കി ചെയ്യണം. അത് പല രീതിയിൽ പല വ്യാഖ്യാനത്തിലാവും ആൾക്കാർ കാണുക, ആൾക്കാരെ അതിനെ ഒരു വേറെ രീതിയിൽ കൊണ്ടുപോവാം. അപ്പൊ ആസിഫ് അലിയും ഇന്ന് അതിനെ പറഞ്ഞത് എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ആസിഫ് അലിയും ചോദിച്ചത്. അപ്പോ നമുക്ക് ഈ ഒരു ഇത് ഇവിടെ അവസാനിപ്പിക്കാം. എപ്പോഴും നല്ലത് മാത്രം നമുക്ക് പറയാൻ ശ്രമിക്കുക. ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചെയ്ത് തെറ്റല്ല എന്നല്ല പറയുന്നത്, അദ്ദേഹം ചെയ്ത് തെറ്റായിരിക്കാം. പക്ഷെ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കുത്തി നോക്കുന്നതും പരിഹസിക്കുന്നതും ശരിയല്ല. ഇതാണ് എന്റെ അഭിപ്രായം. വിപിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.